ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയിലെ തേർഡ് സെമസ്റ്റർ VACയിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എക്സെപ്റ്റ് ഫ്രം സ്പീച്ച് ട്രൈസ് വിത്ത് ഡെസ്റ്റിനി. ഇതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ വൈകിക്കാതെ നമുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് പോവാം കേട്ടോ. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes, which comes but rarely in history, when we step out from the old to the new. When an age ends, and when the soul of a nation long suppressed find utterance, it is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still large cause of humanity. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ് കേട്ടോ ഇത്. അവിടെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഒരു നമ്മുടെ സ്ലേവറിയിൽ നിന്ന് നമുക്ക് ഫ്രീഡം കിട്ടുകയാണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിലേക്കും എത്തുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു നിമിഷം അപൂർവമാണ്. ഒരു കാലഘട്ടം അവസാനിക്കുകയും മറ്റൊന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്ലേവറി എന്ന സംഭവം, ബ്രിട്ടീഷുകാർ നമ്മളെ സ്ലേവ്സ് ആക്കി വെച്ചിരിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു അടിമത്തം തീർന്ന്, ആ കാലഘട്ടം തീർന്ന് ഒരു പുതിയ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടം, പുതിയൊരു കാലഘട്ടം തുടരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ മറികടന്ന്, അതായത് സ്ലേവറിയെ മറികടന്ന് ഫ്രീഡത്തിലെത്തുമ്പോൾ നമ്മുടെ സോൾ ഓഫ് ദ നേഷൻ, ഒരുപാട് കാലമായിട്ട് സപ്രസ് ചെയ്യപ്പെട്ട സോൾ ഓഫ് ദ നേഷൻ വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. അതായത് ഫ്രീഡത്തിനെ സൂചിപ്പിക്കുന്നിട്ടത്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പ്ലഡ്ജ് എടുക്കണമെന്നാണ് നെഹ്റു പറയുന്നത്. ഇന്ത്യക്കും അതിലെ ജനങ്ങൾക്കും അതേപോലെ തന്നെ മനുഷ്യരാശിക്കും വേണ്ടി ധൈര്യത്തോടു കൂടെ പ്രവർത്തിക്കണമെന്നാണ്, ഒന്നായി പ്രവർത്തിക്കണമെന്നാണ് നെഹ്റു ഇവിടെ പറയുന്നത്. അറിയാലോ, നമ്മളെ ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഒന്നിന്ന് തുടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് വർഗീയവും ജാതീയവുമായ വിഷയങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റു ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ഇവിടെ പറയുന്നത്. At the dawn of history, India started on her unending quest, and trackless centuries are filled with striving and grandeur of her success and her failures. Through good and ill fortune alike, she has never lost sight of that quest, or forgotten the ideals which gave her strength. We end today a period of misfortunes, and India discovers herself again. The achievement we celebrate today is but a step, an opening of opportunity to the greater triumphs and achievements that await us. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future? ഇത്രയും കാലം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീഡം ആയിരുന്നു. ആ ഫ്രീഡത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങളും അതേപോലെ തന്നെ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും മറക്കാനോ അവഗണിക്കാനൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഇടയിൽ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്രീഡം എന്ന ലക്ഷ്യത്തെ ഒരിക്കലും അവൾ കൈവിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അവൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഈ ഫ്രീഡത്തിന് വേണ്ടി പൊരുതാൻ വേണ്ടി അവൾക്ക് സ്ട്രെങ്ത് കൊടുത്ത ഐഡിയൽസിനെ ഒന്നും മറന്നിട്ടില്ല എന്നാണ് ഇവിടെ നെഹ്റു പറയുന്നത്. പിന്നീട് നെഹ്റു പറയാണ്, ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇന്ന് ഇവിടെ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആദ്യ സ്റ്റെപ്പാണ്, ആദ്യ ചവിട്ടുപടിയാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യണം. അതിനൊക്കെ ബ്രേവ് ആണോ എന്ന് ചോദിച്ചിട്ടാണ്, ബ്രേവ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടാണ് നെഹ്റു ഈ പാരഗ്രാഫ് നിർത്തുന്നത്. Freedom and power brings responsibility. That responsibility rests upon the assembly, the sovereign body representing the sovereign people of India. Before the birth of the freedom, we have endured all the pains of labor
and our hearts are heavy with the memory of this sorrow. Some of those pains continue even now. Nevertheless, the past is over and it is a future that beckons to us now. The future is not one of the ease or resisting, but of incessant striving so that we might fulfill the pledges we have so often taken and the one we shall take today. ഫ്രീഡവും പവറും, അതായത് സ്വാതന്ത്ര്യവും പവറും മനുഷ്യരിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നെഹ്റു ഇവിടെ പറയുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിലെ പീപ്പിൾസ്, അതായത് ഇന്ത്യയിലെ മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യുന്ന സോവറൈൻ ബോഡിയുടെ മേത്താണ് മെയിനായിട്ട് റെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ കുറേ അടിമത്തവും വേദനകളും യാതനകളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ കുറേ യാതനകൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് നെഹ്റു പറയുന്നുണ്ട്, പാസ്റ്റ് എല്ലാം കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഇനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിലേക്കാണ്. പിന്നീട് നെഹ്റു നമ്മളെ ഓർമ്മപ്പെടുത്താണ്, ഇനി വരുന്ന ഭാവി എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല, റെസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കില്ല. നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെയും അതേപോലെ തന്നെ നന്നായി പരിശ്രമിക്കേണ്ടതുമായ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി നന്നായി പരിശ്രമിച്ചാലാണ് നമ്മൾ എടുക്കുന്ന പ്ലെഡ്ജസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടുള്ളൂ എന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത്. The service of India means the service of the millions who suffer. It means the ending of poverty and ignorance and disease and inequality of opportunity. The ambition of the greatest men of our generation has been to wipe every tear from every eye. That may be beyond us, but so long as there are tears and suffering, so long our work will not be over. And so we have to labor and to work to work hard to give reality to our dreams. Those dreams are for India, but they are also for the world, for all the nations and peoples are too closely knit together today for any one of them to imagine that it can live apart. Peace has been said to be invisible, so is freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. ഇന്ത്യയുടെ സർവീസ് അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്നത് ദുരിതം അനുഭവിക്കുന്ന മില്യൺസ് ഓഫ് ആൾക്കാരുടെ സേവനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദാരിദ്ര്യം, ഇഗ്നറൻസ്, അതേപോലെ തന്നെ അസുഖം, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയിലുള്ള അസമത്വം, ഇതിൻ്റെയൊക്കെ എൻഡിങ്, അതായത് അവസാനമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുൻകാല മഹാന്മാരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കണ്ണിലെയും കണ്ണുനീര് തുടച്ചു മാറ്റുക എന്നതായിരുന്നു എന്നാണ് ആര് പറയുന്നത്? നെഹ്റു ഇവിടെ പറയുന്നത്. അതൊന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എത്ര കാലത്തോളം ഇവിടെ ടിയേഴ്സും, അതായത് കണ്ണുനീരും സഫറിങ്ങും ഉണ്ടോ അത്ര കാലത്തോളം നമ്മുടെ വർക്ക് പൂർത്തിയാവില്ല എന്നാണ് ആര് പറയുന്നത്? നെഹ്റു പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഡ്രീം റിയാലിറ്റി ആക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ ഡ്രീം ഇന്ത്യക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ നമ്മുടെ വേൾഡിന്, ലോകത്തിന് വേണ്ടിയാണ്, ഓരോ നേഷനിലെയും ആൾക്കാർക്ക് വേണ്ടിയാണ്, ലോകത്തിലെ എല്ലാ ജനങ്ങളും നിറ്റ് ചെയ്യപ്പെട്ട പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ അടുക്കി അടുക്കി തുന്നിയ പോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേർപെട്ട് ജീവിക്കുന്നത് ചിന്തിക്കാൻ പോലും ആയില്ല എന്നാണ് നെഹ്റു ഇവിടെ പറയുന്നത്. To the people of India whose representatives we are, we make appeal to join us with faith and confidence in this great adventure. This is no time for petty and destructive criticism, no time for ill will or blaming others. We have to build the noble mansion of free India where all her children may dwell. ഇതിൽ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു മഹത്തായ സാഹസികമായ ജേണിയിലേക്ക് എല്ലാ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ കൂടിയിട്ട് ഞങ്ങളുടെ കൂടെ ഈ അഡ്വഞ്ചറിൽ പങ്കുചേരണമെന്നാണ് പറയുന്നത്. ഇത് ഒരു ആൾക്കാരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അതേപോലെ തന്നെ ദേഷ്യത്തിനുമൊന്നുള്ള സമയമല്ല. നമ്മുടെ മുന്നിൽ ഇന്ത്യക്കുള്ള ഒരു വിഷൻ ഉണ്ട്.
അതായത് ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും സ്വാതന്ത്ര്യത്തോടെയും സമത്വത്തോടെയും ജീവിക്കാനുള്ള ഒരു നോബിൾ മാൻഷൻ നമുക്ക് പണിയേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ കുട്ടികളും എല്ലാ സ്വാതന്ത്ര്യത്തോടെയും സമത്വത്തോടെയും ജീവിക്കാനുള്ള. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.